എന്തൊക്കെയുണ്ട്? സോമർസെറ്റ് യാത്ര കേട്ടോ. സോമർസെറ്റ് UK യാത്ര തുടരുന്നു. ഇപ്പോൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന വില്ലയിലുള്ളത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മളെ ക്ലാർക്സ് ഷൂസ് ഉണ്ടല്ലോ, വേൾഡ് ഫേമസ് ലോകോത്തര ബ്രാൻഡാണല്ലോ ക്ലാർക്സ്. അപ്പോൾ ജെ ക്ലാർക്കാണ് ചങ്ങാൻ്റെ പേര്. രണ്ട് സഹോദരങ്ങളാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അവരെ നാടാണിത്, ഈ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടുന്നാണ് അവർ ഈ ഷൂ ഉണ്ടാക്കലൊക്കെ തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ ഫാക്ടറിയൊക്കെ ഇട്ട് അങ്ങനെയാണ് ഇപ്പോൾ വലിയ ഫേമസ് ആയത്. ഇപ്പോൾ ഇതാണ് അവരുടെ ഫാക്ടറി. ഇപ്പോൾ അത് പൂട്ടിക്കിടക്കാണ്. ഇതാണ് കണ്ടോ, CNJ ക്ലാർക്ക്. പേരെന്താ അറിയില്ല. 1825 തുടങ്ങിയത്. അപ്പോൾ ഇവിടെയാണ് അവരുടെ ഫാക്ടറിയും ഇതൊക്കെ തുടക്കം. ഇപ്പോൾ പരന്ന് കിടക്കണം, പല ഭാഗത്തുണ്ട് ഫാക്ടറികൾ. പക്ഷെ ഇവിടെയാണ് അവരുടെ ഇത് ക്ലാർക്സ് വില്ലേജ്. Let's we forget memory of those who are lost their lives in. ഇവരുടെ വേൾഡ് വാറിൻ്റെ ഇതൊക്കെ വെച്ച് ഇതാണ്. ഇത് അവരുടെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഫാക്ടറിയൊക്കെ പൂട്ടി കിടക്കാണ്. ഇതാണ് വില്ലേജ്. നല്ലൊരു വില്ലേജാണ്. ഇതാണ് അവരുടെ എൻട്രൻസ്. സിയാൻ ക്ലാർക്ക് ഉണ്ടോ ഇവിടെ ബിൽഡിംഗ്. ഇവിടെയാണ് അവരുടെ ഇതൊക്കെ പൂട്ടിക്കിടക്കണം. റെനോവേഷൻ ഇപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ ഉണ്ടോ, ഇതാണ് അവരുടെ തുടക്കം. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇത് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പൂട്ടിക്കിടക്കാം. അത് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ ഇവിടെ മെഷീൻ കണ്ടോ. ഇവിടെയാണ് തുടക്കം അവരുടെ. ഇവരുടെ മ്യൂസിയമാണ്. അല്ല ഷൂസൊക്കെ കണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇതാണ് അവരുടെ ബിൽഡിങ്. ഇതാണ് അവരുടെ ബിൽഡിങ്. പഴയ ഇവിടെയാണ് തുടക്കം. CNJ ക്ലാർക്ക് സഹോദരങ്ങളാണ്. മൊത്തം വലിയ ഇതാണ് അവർ. എന്നിട്ട് വേറെ ഉണ്ടോ ബിൽഡിങ്ങിൻ്റെ വലിപ്പം കണ്ടോ, ഭയങ്കര സൈസാണ്. കോടീശ്വരന്മാരാ. പിന്നെ ഇത് മൊത്തം ഈ ഏരിയ മൊത്തം ഇവരുടെ കയ്യിലാട്ടോ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം ആ കാണുന്ന ബിൽഡിങ്ങിൽ അവിടെ ക്ലാർക്സ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് വേറെ ഷോപ്പിംഗ് മാളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കംപ്ലീറ്റ് ഇവരുടെ കയ്യിലാണ്. കോടീശ്വരന്മാരാണല്ലോ, കാരണം ലോകോത്തര ബ്രാൻഡല്ലേ. ഇതൊക്കെ അവരുടെ ഭാഗമാണ്, ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. എന്നാ ഇവിടെ ക്ലാർക്സ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതൊക്കെ ഉണ്ട്. സൈൻ ബോർഡ് വരുന്നുണ്ട്. ഹോട്ടൽസ്, ഹൈ സ്ട്രീറ്റ് ഷോപ്സ്, കാർ പാർക്സ്. നല്ല രസമാണ്. ഇത് പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ്. ഒറ്റയ്ക്ക് വന്ന് കുളിക്കുക.
ബാങ്ക്. ആ വില്ലേജിൻ്റെ ഇത് കണ്ടിട്ട് നമുക്ക് വീട്ടിൽ നിർത്താം. സ്വിമ്മിംഗ് പൂളാണ്, പബ്ലിക് സ്വിമ്മിംഗ് പൂൾ. വേണ്ട, ക്ലാർക്സ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് വലിയ ഷോപ്പിംഗ് മാളുണ്ട്. കുറേ എൻട്രൻസ് ഉണ്ട്, അതിലൊരു എൻട്രൻസാണ് ക്ലാർക്സ് വില്ലേജ് സോമർസെറ്റ് ഔട്ട്ലെറ്റ് ഷോപ്പിംഗ്. ഒരു വലിയ ഷോപ്പിംഗ് മാൾ തുടങ്ങിയിട്ടുണ്ട് ഔട്ട്ലെറ്റിൻ്റെ. കുറേ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒത്തിരി സാധനങ്ങളുണ്ട് ഇവിടെ. വില്ലേജ് മാപ്പ്. അപ്പോൾ അതാണ് കഥ. പിന്നെ വേണ്ട, കംപ്ലീറ്റ് ഇവരുടെ കയ്യിലായ സ്ഥലങ്ങൾ. ഈ വില്ലേജ് തന്നെ പറയണ്ട, മൊത്തം പരന്ന് നടക്കണം. അവിടെ ഇവിടെയൊക്കെ എന്താണ് ഇത് വേറെ ലോകമാണ്. ഷോപ്പിങ്ങാണ് മൊത്തം ഇവരുടെ കയ്യിലാണ്. എത്ര ഏരിയ അറിയോ? അപ്പോൾ അങ്ങനെയാണ് കഥ. ചെറിയൊരു ചെരുപ്പുത്തി തുടങ്ങിയാണ്, ആൾക്ക് കൂടി വേൾഡ് ഫേമസ് ആയി, കോടീശ്വരന്മാരായി. അപ്പോൾ ഇതൊക്കെ ഒരു മോട്ടിവേഷനാണ്. ഇപ്പോൾ ആർക്കും സ്വന്തം ബ്രാൻഡ്, കുറച്ച് മെനക്കെട്ടാണെങ്കിൽ സ്വന്തം ബ്രാൻഡ് ക്ലിക്കായി കിട്ടിയാൽ പിന്നെ അങ്ങനെ വേൾഡ് ഫേമസ് ആക്കാനും പറ്റും. നമ്മളെ ഇന്ത്യയിൽ ഒരു ചങ്ങായി പറഞ്ഞ പോലെ വേണ്ട, ക്ലാർക്സ് വില്ലേജ് സോമർസെറ്റ് ഷോപ്പിംഗ് മാളത്. അപ്പോൾ ചങ്ങായി ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ 160 കോടി ജനങ്ങൾ നമ്മൾ ഇന്ത്യയിലുണ്ടല്ലോ. അപ്പോൾ ഒരു 10% പിടിച്ചാൽ തന്നെ എത്രയായി? 16 കോടിയാ. ഒരു 10% ആൾക്കാർ വാങ്ങിയാൽ പോരെ. കൊല്ലത്തിലെ ടേൺ ഓവർ 1 ഉറുപ്പ്യ വെച്ചിട്ട് വെക്കുമ്പോൾ തന്നെ 16 കോടിയാവും. 10 ഉറുപ്പ്യ വെച്ചിട്ടാകുമ്പോൾ 160 കോടി. അപ്പോൾ അങ്ങനെ ചിന്തിക്കണം. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഭയങ്കര സ്ട്രാറ്റജിക്കായിട്ട് തുടങ്ങിയാൽ നമ്മുടെ സ്വന്തം ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് ഇന്ത്യയിൽ അത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിനാണ്. നല്ല ഉഷാറായിട്ട് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സ്വന്തം ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തിട്ട് കോടീശ്വരന്മാരാവുക. അപ്പോൾ അതിന് കുറേ പ്ലാൻ ഉണ്ട്. ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ കുറച്ച് ചെറിയൊരു ഐഡിയയിൽ തുടങ്ങിയാൽ മതി. വലിയ ബഡ്ജറ്റൊന്നും വേണമെന്നില്ല. മാർക്കറ്റിംഗ് ആണ് മെയിൻ. എന്തായാലും അടിപൊളി.